പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചക്കക്കുരു കൊണ്ട് മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇനി ഇത് തോല് കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തോല് കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കഴുകിയ ശേഷം ഒരു പാനിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ വേവിക്കുകയാണെങ്കിലും വേവിക്കാം. ഞാനിപ്പോൾ പാനിൽ ആണ് വേവിക്കുന്നത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ആവശ്യത്തിന് ഉപ്പ്. ഇനി വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്കിത് അടുപ്പത്തേക്ക് വെച്ച് വേവിച്ചെടുക്കാം. അടച്ച് വയ്ക്കാം. കറി ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 2 വറ്റൽമുളക്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക്, ആവശ്യത്തിന് വലിയ ജീരകം എന്നിവ ചേർത്ത് മിക്സിയിൽ ഇത് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വയ്ക്കുക, എന്നിട്ട് ഇളക്കി കൊടുക്കാം. വീണ്ടും അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് കടുക് പൊട്ടിച്ചൊന്ന് താളിച്ചെടുക്കാം. അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാവുമ്പം കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വയ്ക്കുക, കരിഞ്ഞു പോകരുത്. നന്നായി ഇളക്കി കൊടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കാം. ഇതിൻ്റെ പച്ചവാസനയെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.